ഇത് ഐഫോണിൻ്റെ ബോർഡ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രീഹീറ്റർ കേട്ടോ. ഇതിൻ്റെ മുന്നേ മെക്കാനിക്കിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. ഈ ബ്രാൻഡിൽ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ IC ഫ്ലാറ്റായിട്ടുള്ള ബോർഡ് വരുന്നത് നമുക്ക് സാധാരണ ഈ ഡിസ്പ്ലേ കണക്ടറിൻ്റെ കണക്ടർ മാറ്റാനൊക്കെ പറ്റുമല്ലോ. ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പിൻ്റെ മുകളിലുള്ള കണക്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റായിട്ട് വരുന്ന മോൾഡ് ഇതിൻ്റെ മുകളിൽ തന്നെയുള്ള. അത് കൂടാതെ വേറെ സെപ്പറേറ്റ് വേറെ 4 വരുന്നുണ്ട്. 13 Pro Max, 13 Pro Max വരെ വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വന്ന മോഡലാണ്. ഇതിൻ്റെ മുന്നേ വന്ന മോഡൽ അതില്ലായിരുന്നു. പിന്നെ ഐസിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ബോർഡ് അത് വേറെ ഉണ്ട്. തേർട്ടീൻ പ്രോ, 13 Pro Max, 13 Pro, 13 mini, പിന്നെ 12 Pro, 12 Pro Max, 12 Pro, 12 mini, 11 Pro, 11 Pro Max, XS, പിന്നെ Xsmax, X, പിന്നെ CPU, ഫിംഗർ പ്രിൻ്റ്, ഫേസ് ID അതൊക്കെ ചെയ്യുന്ന വേറെ മോഡ്. പിന്നെ ജനറൽ ടൈപ്പ്, അങ്ങനെ 5 മോൾഡാണ് ഒപ്പരം വരുന്നത്. പക്ഷേ അതിലൊരു മോൾഡ് അതിൻ്റെ മുകളിൽ തന്നെ ഇൻബിൽഡായിട്ട് വെച്ചിട്ടുണ്ട്. അതെടുത്തതിന് ശേഷം ബാക്കി വേണം അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പവർ കേബിളിൻ്റെ മുകളിൽ തന്നെ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. അത് ഓണാക്കിയതിന് ശേഷം ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇത്ര ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കൺഫേം ബട്ടൺ ഓക്കെ ബട്ടൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹീറ്റായിക്കോളും. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ 3 സ്വിച്ച് തന്നെ ഉള്ളൂ. പിന്നെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ്റെ പുറത്തുള്ള കൺട്രീസിലാണെങ്കിൽ 110 വോൾട്ട് വരുമ്പോൾ അടിയത്തെ സ്വിച്ച് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ബോർഡ് സെപ്പറേറ്റ് ചെയ്യുന്ന ബോർഡ് വെക്കുന്ന ആ ബ്ലൂ കളർ വരുന്നൊരു ഇതുണ്ടല്ലോ സ്റ്റാൻഡ് അങ്ങോട്ടും അത് ഏത് സൈഡിലേക്ക് അടുപ്പിക്കാനും നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാനിവിടെ ഒരു എക്സിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു വാട്ടർ ഡാമേജ് വരുന്നത്. അത് ജസ്റ്റ് ബോർഡ് സെപ്പറേറ്റ് ചെയ്താണ്, പക്ഷേ അതിൻ്റെ ലെയർ സെപ്പറേറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് ഇതിൽ വെച്ചിട്ട് ലെയർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ലോ ടെമ്പറേച്ചറിലിട്ട് പിന്നെ അത് കിട്ടിയില്ല. പിന്നെ ടെമ്പറേച്ചർ ഹൈ ആക്കിയതിന് ശേഷം പെട്ടെന്ന് കിട്ടി. ഇത് ആ ഫേസ് ID, IC, ഫിംഗർ സ്ട്രിപ്പൊക്കെ ചെയ്യുന്ന മോൾഡാണ്. IC ക്ലീൻ ചെയ്യാനോ റീബോൾ ചെയ്യാനൊക്കെ സുഖമാണ്. മോൾഡ് ഫ്ലാറ്റായതിനെ കൊണ്ട് സ്റ്റെൻസിൽ വെച്ചിട്ട് പക്ഷെ എല്ലാവരും ബ്ലോവർ വെച്ച് ശീലിച്ചതിനെ കൊണ്ട് മോൾഡിൽ ഐസിന്ന് പാലും റീബോൾ ചെയ്തിട്ടുണ്ടാവില്ല. ക്ലീൻ ചെയ്യാം CPU ഒക്കെ. പിന്നെ ഇത് 13 Pro, 13 mini, A50 CPU ആയിരിക്കട്ടെ. A50 എന്ന് പറഞ്ഞു വരുന്ന മെയിൻ IC ആയിരിക്കില്ല. അതൊക്കെ മാറ്റാൻ എത്ര എക്സ്പെർട്ടായ ആൾക്കാർ ഇവിടെ കുറവാണ്. ഇത് വരുന്നത് ഇത് 11 ഇതിലെല്ലാം ഉണ്ട്. Xsmax, 11 Pro, 11 Pro Max എല്ലാം. പിന്നെ അടിയിൽ വരുന്ന CPU, IC ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 കൂടി ആ 11ൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ചൂടാവുന്നുണ്ട്, നല്ല ചൂടുണ്ട്. പെട്ടെന്നൊന്നും പോകുന്നുമില്ല. ഹീറ്റ് ആ മോൾഡിൻ്റെ മുകളിൽ ഹീറ്റ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് തന്നെ കുറേ സമയം എടുത്തതിന് ശേഷം ചൂട് പോയത്. പിന്നെ
12 ചെയ്യുന്നത്. ഇത് 12 പ്രോ, 12 മിനി, 12 പ്രോ മാക്സ് അതിൻ്റെ മുകളിൽ ഫ്ലാറ്റ്. ഇതതിൻ്റെ പവർ കേബിൾ വരുന്നത്. അതിലെ ഫസ്റ്റത്തെ സ്വിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, രണ്ടാമത്തെ ടൈം സെറ്റ് ചെയ്യുന്നത്, മൂന്നാമത്തെ അത് കൺഫേം ചെയ്തിട്ട് ഓൺ ആക്കുന്നത്. ആ ബ്ലൂ വരുന്ന രണ്ട് സൈഡിലേക്ക് അപ്പുറത്തൊക്കെ നീക്കുക, ആ റെഡ് വരുന്ന മോൾഡ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന്. അത് എക്സിൻ്റെ മുകളിലാണ് കേട്ടോ അതിൽ പെടുന്ന. ബാക്കി ഇനി സോങ്സ് മ്യൂസിക് ഇടാം, അതായിരിക്കും നല്ലത്. വെറുതെ ഞാൻ പറഞ്ഞ് സംസാരിച്ച് ചടുപ്പിക്കുന്നില്ല.